നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ മഞ്ചേരിക്കുള്ളിന് ഡോളോമൈറ്റ് ഇടാൻ പോവാണ്. മഞ്ചേരിക്കുള്ളും വെച്ചിട്ട് ഇപ്പം ഇന്ന് 39 ദിവസമായി. നമ്മൾ ഇതുവരെ ഡോളോമൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഡോളോമൈറ്റ് ഇടാനായിട്ട് നമ്മൾ തലേദിവസം തന്നെ വാഴയെല്ലാം നനച്ച് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. കുമ്മായോ ഡോളോമൈറ്റും ഇട്ടാൽ മാത്രമേ മണ്ണിൽ നിന്ന് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും വാഴ വലിച്ചെടുക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിടുന്ന വളം വെറുതെ മണ്ണിൽ കിടക്കുക മാത്രമേ ഉള്ളൂ. നമ്മളിന്ന് മേടിച്ചിരിക്കുന്നത് അപ്ടെക്കിൻ്റെ ഡോളോമൈറ്റ് ആണ്. ഇത് 50 കിലോയുടെ ഒരു ചാക്കാണ്. ഈ ചാക്കിന് 550 രൂപയാണ് വില വരുന്നത്. ഡോളോമൈറ്റിൽ കാൽസ്യം കാർബണേറ്റും മഗ്നീഷ്യം കാർബണേറ്റും ഉള്ളത്. ഇതിൽ കാൽസ്യം കാർബണേറ്റ് 60-65%, മഗ്നീഷ്യം കാർബണേറ്റ് 10-15% ഉള്ളത്. മഞ്ചേരിക്കുള്ളിന് നമ്മൾ ആദ്യത്തെ തവണയാണ് ഡോളോമൈറ്റ് ഇടുന്നത്. നമ്മൾ 200 ഗ്രാം വെച്ചാണ് ഒരു വാഴയ്ക്ക് ഇടുന്നത്. 200 ഗ്രാം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്ത് 200 ഗ്രാം അളന്ന് ആ അളവിന് മുറിച്ച് ആ അളവിലാണ് ഓരോ വാഴയ്ക്ക് ഡോളോമൈറ്റ് ഇടുന്നത്. ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് എല്ലാ വാഴയ്ക്കും കൃത്യമായ രീതിയിൽ 200 ഗ്രാം വെച്ച് ഇടാൻ സാധിക്കും. നമ്മളെ എല്ലാ വാഴയും ചുവട്ടിൽ ഇതുപോലെ വിതറി കൊടുക്കും. ചുവട്ടിലും ഇടും, തറത്തിലും ഇടും. എന്നിട്ട് നമ്മൾ ഒരു ദിവസം ഇതുപോലെ നനയ്ക്കാതെ നിർത്തിയിട്ട് പിറ്റേ ദിവസമാണ് നനച്ചു കൊടുക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് pH നോക്കും. pH നോക്കിയിട്ട് 6നും 7.5ക്കും ഇടയിലാണ് ഒരു വാഴയ്ക്ക് pH വേണ്ടത്. pHൽ മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഡോളോമൈറ്റ് വീണ്ടും ഇടും. ഡോളോമൈറ്റിൽ മഗ്നീഷ്യം ഉള്ളതുകൊണ്ട് വാഴയ്ക്ക് വളരെ നല്ലതാണിത്. വാഴയുടെ ഇലകളെല്ലാം പച്ച കളറാകുകയും നല്ല രീതിയിൽ വാഴ പെട്ടെന്ന് വളർന്നു വരികയും ചെയ്യും. ഇന്ന് നമ്മൾ മഞ്ചേരിക്കുള്ളിന് മാത്രമാണ് ഡോളോമൈറ്റ് ഇടുന്നത്. ആറ്റുകന്തറിന് ഒരാഴ്ച മുന്നേ നമ്മൾ കുമ്മായം ഇട്ടിട്ടുണ്ടായിരുന്നു. മഞ്ചേരിക്കുള്ളിന് ഡോളോമൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ചാക്കോളം ഡോളോമൈറ്റ് ആവശ്യമായിട്ട് വന്നു. 80 കിലോയാണ് ഈ 400 മഞ്ചേരിക്കുള്ളിന് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വന്നത്. നമ്മളങ്ങനെ 400 വാഴയ്ക്കും ഡോളോമൈറ്റ് ഇട്ടു. ഇനി നമ്മൾ നാളെ വന്ന് വാഴയെല്ലാം നനയ്ക്കും.